സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാമെന്നത് സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ. ഫാസിസത്തിന്റെ ഭാഗമാണ് ചരിത്രപരമായ പേരുകൾ മാറ്റാനുള്ള ശ്രമം. കേരളത്തിൽ ഒരു ഗണപതി വട്ടവും വിലപ്പോകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണം. നന്ദകുമാർ 100% വിശ്വസിക്കാൻ കൊള്ളുന്ന ആളല്ല. നന്ദകുമാർ പറഞ്ഞെന്ന് കരുതി ആരോപണം തള്ളിക്കളയാനുമാകില്ല. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നത്. സമഗ്ര അന്വേഷണം ആണ് വേണ്ടതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം ആക്കാനാണ് സുരേന്ദ്രന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ വരും. ജയിച്ചാൽ നടക്കൂല, ഫാസിസം വരണം. അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല. ഒരു ഗണപതി വട്ടവും പോകില്ല. ഈ നന്ദകുമാറിനെ മുഖവിലക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷേ നന്ദകുമാറിനെ പോലുള്ള ഒരാൾ പറയുന്നത് മുഴുവൻ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നടക്കണം. രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. വന്ന കാര്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണമായ പരിശോധന നടക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. 100% നന്ദകുമാറിനെ വിശ്വസിക്കാനും പറ്റില്ല. നന്ദകുമാറാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഇനി വല്ല വസ്തുതകളാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായൊരു അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. നടത്തണം. സംസ്ഥാന പോലീസ് മാത്രമല്ല, ഇത് കേന്ദ്രത്തിൻ്റെയും കൂടി ഭാഗമല്ലേ. എല്ലാവരും അന്വേഷിക്കട്ടെ. ഏജൻസിക്കുടെ യാതൊരു ക്ഷാമവുമില്ല. അന്വേഷിക്കട്ടെ. നിങ്ങൾക്ക് ഏതാവേണ്ട വെച്ചാൽ ചേർക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏജൻസിയാണോ ആ ഏജൻസിനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഞാൻ ഏത് ഏജൻസി ആയാലും വളരെ ശക്തിയായിട്ട് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാമെന്നത് സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ. ഫാസിസത്തിന്റെ ഭാഗമാണ് ചരിത്രപരമായ പേരുകൾ മാറ്റാനുള്ള ശ്രമം. കേരളത്തിൽ ഒരു ഗണപതി വട്ടവും വിലപ്പോകില്ലെന്നും എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണം. നന്ദകുമാറിനെ 100% വിശ്വസിക്കാൻ കഴിയുന്ന ആളല്ല. നന്ദകുമാർ പറഞ്ഞെന്ന് കരുതി ആരോപണം തള്ളിക്കളയാനുമാകില്ല. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നത്. സമഗ്ര അന്വേഷണം ആണ് വേണ്ടതെന്നും എം വി ഗോവിന്ദൻ മാഷ് കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.